ലഹരിയുടെ ഉപയോഗവും വിൽപ്പനയും തടയുക എന്ന ലക്ഷ്യത്തോടെ പോലീസ് സംസ്ഥാന വ്യാപകമായി നടപ്പാക്കുന്ന ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി ഇടുക്കി ജില്ലയിൽ വ്യാഴാഴ്ച വരെ രജിസ്റ്റർ ചെയ്തത് 171 കേസുകൾ. 176 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. സംസ്ഥാനത്ത് ലഹരിയുടെ ഉപയോഗവും അതിക്രമങ്ങളും വർദ്ധിച്ച സാഹചര്യത്തിലാണ് ലഹരിയുടെ ഉപയോഗവും വിൽപ്പനയും തടയുക എന്ന ലക്ഷ്യത്തോടെ പോലീസ് ഓപ്പറേഷൻ ഡി ഹണ്ടുമായി രംഗത്തിറങ്ങിയിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായുള്ള പോലീസിന്റെ പരിശോധനകൾ തുടരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി ജില്ലയിൽ ഫെബ്രുവരി 22 മുതൽ ഇന്നലെ വരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് 171 കേസുകളാണ്. 1628 പേരെ പരിശോധിച്ചു. 176 പേരെ അറസ്റ്റ് ചെയ്തു. 7 പേരെ ജയിലിലടച്ചു. 2 കിലോയിലധികം ഉണക്ക കഞ്ചാവും 1 കഞ്ചാവ് ചെടിയും 115 കഞ്ചാവ് ബീഡികളും കണ്ടെത്തി. 105 ഗ്രാം ഹാഷിഷ് ഓയിൽ, 0.97 ഗ്രാം മെത്താഫിറ്റാമിൻ, 1 ഗ്രാമിലധികം MDMA എന്നിവയും പോലീസ് പരിശോധനയിൽ കണ്ടെടുത്തു. ലഹരി വസ്തുക്കൾ കണ്ടെത്താൻ പ്രത്യേക പരിശീലനം ലഭിച്ച പോലീസ് നായയുടെ സഹായത്തോടെയാണ് പരിശോധന തുടരുന്നത്. വഴിയോരങ്ങളിലെ പെട്ടിക്കടകളിലും അയൽ സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ലോഡ്ജുകളിലും ആളൊഴിഞ്ഞ കെട്ടിടങ്ങളിലും വാഹനങ്ങളിലുമടക്കം പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. തുടർന്നും ജില്ലയിലുടനീളം നിരന്തര പരിശോധനകൾ നടത്തുമെന്നും ലഹരി മാഫിയയ്ക്കെതിരെ കർശന നടപടികൾ തുടരുമെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.